നമ്മളിപ്പോൾ ശാസ്ത്ര സാഹിത്യത്തെ പറ്റി നമുക്കറിയാം, ധാരാളം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ശാസ്ത്ര സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണിത്? എവിടെ നിന്നാണ് വരിക? ലോകനാഗരികതയുടെ ചരിത്രം എഴുതിയ വെല്ലൂറിൻ്റെ എന്നൊരു മഹാചരിത്രകാരനുണ്ട്, നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും. 11 വാള്യങ്ങൾ, കനത്ത വാള്യങ്ങളിലായിട്ട് ആദ്യ മുതലുള്ള ലോകത്തിൻ്റെ നാഗരികതയെ പറ്റി അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. വലിയ പ്രധാനപ്പെട്ട, വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നതിനെ പറയുക. ഈ ഗ്രന്ഥത്തിൽ ഓരോ വോളിയത്തിനും അദ്ദേഹം പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വോളിയം തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ദ ഓറിയൻ്റൽ ഹെറിറ്റേജ് എന്നാണ് പേര്, നമ്മളുടെ പൗരസ്ത്യ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ 7ാമത്തെ വോളിയം, അതിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്ന 16, 18 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഈ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ വോളിയം പറയാൻ തുടങ്ങുമ്പോൾ ആ വോളിയത്തിന് അദ്ദേഹം ഇട്ടേക്കണ പേര് ദ ഏജ് ഓഫ് റീസൺ ബിഗിൻസ് എന്നാണ്. യുക്തിബോധത്തിൻ്റെ കാലം ആരംഭിക്കുന്നു. അപ്പോൾ അതുവരെ ഉള്ളതോ? 17ാം നൂറ്റാണ്ട് വരെ ഉള്ളതോ? 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ദ ഏജ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഇരുണ്ട കാലം. ആ ഇരുണ്ട കാലത്തിൽ നിന്ന് യുക്തിബോധത്തിൻ്റെ കാലത്തേക്ക് കിടക്കാൻ പോകുന്നു നമ്മൾ ഈ 7ാം വോളിയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വോളിയം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ഗലീലിയോ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തെ പറ്റിയൊക്കെയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശാസ്ത്രമെന്നത് യുക്തിബോധത്തിൻ്റെ കാലമാണ്. ശാസ്ത്രം യുക്തിബോധത്തിൻ്റെ ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. മറ്റൊന്ന്, ശാസ്ത്രം നമ്മോട് പറയുന്നത് അന്വേഷണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അന്വേഷണവും യുക്തിബോധവും, അതാണ് ശാസ്ത്രത്തിൻ്റെ സംസ്കാരം. വെല്ലൂറിൻ്റെ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുന്നത് ദി ഏജ് ഓഫ് റീസൺ ബിഗിൻസ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മളിന്നിപ്പോൾ ശാസ്ത്ര സാംസ്കാരികോത്സവം ആഘോഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം. അപ്പോൾ യുക്തിബോധവും അന്വേഷണ ത്വരയും മനുഷ്യനിൽ കടന്നുകൂടിയ 17ാം നൂറ്റാണ്ട് മുതൽ ഈ നാട്ടിൽ നടന്ന സയൻറ്റിഫിക് റെവല്യൂഷൻ, ആ സയൻറ്റിഫിക് റെവല്യൂഷനാണ് എന്നെയും നിങ്ങളെയും ഇങ്ങനെ ഇവിടെ ഇരുത്താൻ സമർത്ഥമായത് എന്നാണ് വെല്ലൂറിൻ്റെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, കാലം കൊണ്ട് നടന്ന പ്രവർത്തനങ്ങളിൽ നമ്മളൊരു കാര്യം പ്രധാനമായി പറഞ്ഞിരുന്നു. നമ്മൾ ചെയ്തത്, ശാസ്ത്രമെന്ന് പറയുന്നത് സാഹിത്യത്തിൽ പുസ്തകങ്ങളിലല്ല, ലബോറട്ടറികളിൽ മാത്രമല്ല. ശാസ്ത്രമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബോധത്തിൻ്റെ ഭാഗമായി വരണം, മനുഷ്യനിലേക്ക് വരണം, സമൂഹത്തിലേക്ക് വരണം എന്നാണ്. അതാണ് VKS ഒക്കെ നമ്മളുടെ ആ മുഴങ്ങുന്ന ശബ്ദത്തിൽ പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ എന്നൊക്കെ ഈ സമൂഹത്തോട് 70 മുതൽ ഇങ്ങനെ നിരന്തരം നമ്മുടെ തെരുവുകളെ മുഴക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നത്. നമുക്കറിയാം, നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കാലം നോക്കിയാൽ, സാമൂഹിക മേഖലയിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ കാലം നോക്കിയാൽ, പുസ്തകം വായിച്ചിട്ടല്ല ആരും നവോത്ഥാനത്തിൻ്റെ ബോധത്തെ ഉൾക്കൊണ്ടത്. ഇവിടെ ഇപ്പോൾ കടാമംഗലം സദാനന്ദൻ്റെ നാടാണ്. ഇപ്പോൾ നിങ്ങൾ ചട്ടങ്ങളെ മാറ്റൂ എന്ന് പറഞ്ഞത് കവിത കേട്ടിട്ടല്ല, അവരൊക്കെ നടത്തിയ കഥാപ്രസംഗങ്ങളിലൂടെ, അനേകം നാടകങ്ങളിലൂടെ ആണ് നമുക്ക് ആ ബോധമുണ്ടായതും ആ പ്രബുദ്ധത നമ്മിലേക്ക് വന്നതും. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കൂ
എന്ന് 70കളിലും 80കളിലും നമ്മൾ നഗരവീഥികൾ മുഖരമാക്കിക്കൊണ്ട് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയില്ല. ഇന്ന് പുസ്തകങ്ങളും കിട്ടായികയില്ല. ഇവിടെ ജനിച്ചു വീഴുന്ന ഏത് കുട്ടിയും ചുരുങ്ങിയത് 10ാം ക്ലാസ് വരെയെങ്കിലും പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആ വിളിച്ച നമ്മുടെ മുദ്രാവാക്യങ്ങൾ സാർത്ഥകമായിരിക്കുന്നു എന്നർത്ഥം. ആ മുദ്രാവാക്യങ്ങൾ 70ൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ആ തലത്തിൽ സഫലമായെങ്കിൽ പോലും നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, നാം ഉദ്ദേശിച്ച ശാസ്ത്രബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായോ എന്നതാണ്. പട്ടിണി മാറി, വിദ്യ എല്ലാവർക്കും ലഭിച്ചു, നമ്മളെല്ലാം ഇന്നിതുപോലെ വളരെ സന്തോഷത്തോടെ കൂടിയിരിക്കുന്നു. പക്ഷെ ശാസ്ത്രം നൽകുന്ന സംസ്കാരം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിബോധവും ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണ വ്യഗ്രതയുമാണ്. അതിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കുമ്പോൾ നാളെ നമുക്ക് ചെയ്യേണ്ട കാര്യം, നാളെ നാം അതിശക്തമായി ഇടപെടേണ്ട കാര്യം, ഒരു 100 വീക്കേഴ്സുമാർ വിളിച്ചു പറയേണ്ട കാര്യം എന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്ധതയെ, അന്ധവിശ്വാസങ്ങളെ മാറ്റി യുക്തിഭദ്രമായ ഒരു കേരളം നമുക്ക് നൽകുക. അതിന് നാം മുന്നോട്ട് വരിക. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ സംസ്കാരം നമ്മുടെ പൗരബോധമായി, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബോധമായി മുന്നോട്ട് വരണം എന്നാണ് നാളെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമതൊരു കാര്യമോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം, പെട്ടെന്ന് പറയാം. നമ്മൾ ഈ ഭാഷയെയും വിദ്യാഭ്യാസത്തെ പറ്റിയെല്ലാം കുറേ കാര്യങ്ങളെന്ന് പറയുകയുണ്ടായി. അംബേദ്കർ ഏതാണ്ട് 1935 പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് സ്കോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്കോളേഴ്സ് മീൻസ് പണ്ഡിതന്മാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആരാണ് ഒരു സ്കോളർ? സ്കോളർ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം അതിൻ്റെ ആദ്യം മുതൽ അവസാനത്തെ വരി വരെ കാണാതെ പഠിക്കുകയും ഇവിടെ നിന്ന് തിരിച്ച് ആദ്യം വരെ കാണാതെ ചൊല്ലുകയും അത് ഏത് ഉറക്കത്തിൽ നോക്കിയാലും ചെല്ലാൻ പഠിക്കുകയും പറ്റുന്ന ഒരാളാണ് ഒരു സ്കോളർ. ബട്ട് ഇന്ത്യ കുഡ് നെവർ പ്രൊഡ്യൂസ് എ വോൾട്ടയർ, ആൻ ഇൻ്റലക്ച്വൽ എന്നാണ്. 1935 സ്വാതന്ത്ര്യത്തിന് മുൻപാണ് ഈ പറഞ്ഞത്. ഇന്ത്യക്ക് ഒരു വോൾട്ടയറെ സൃഷ്ടിക്കാൻ, ബൗദ്ധികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നത്, കഴിഞ്ഞ 2000 കൊല്ലം ജാതിയുടെ പേരിൽ ഈ അകലം ബാധിച്ചുകൊണ്ട് ഐത്തത്തിന് മാറി നിന്ന ഒരു ജനത, അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത് ഇന്ത്യക്ക് അത്തരമൊരു വിദ്യാഭ്യാസം നൽകാനോ ഒരു വോൾട്ടയറെ സൃഷ്ടിക്കാനോ കഴിയാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് ഗവേഷണ രംഗത്തേക്കാണ്. ഗവേഷണ രംഗത്തെ അഡ്മിഷനെ സംബന്ധിച്ച്, ഗവേഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒട്ടേറെ നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് നെറ്റ് പാസ്സായ എല്ലാവരെയും നേരെ കയറ്റിയാൽ മതി. ഇത് അധ്യാപകൻ ഒരു ഗൈഡ് ഇങ്ങനെ ചൂസ് ചെയ്യുക വേണ്ട. ആരൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അതങ്ങനെ അങ്ങ് നടന്നുകൊള്ളും. ഞാൻ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അല്പമെങ്കിലും സ്വതന്ത്ര ചിന്ത നിലനിൽക്കുന്ന രംഗം ഗവേഷണമാണ്. ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായി എന്തെങ്കിലും എഴുതാനും പറയാനും ഈ സിലബസിൻ്റെ 4 കെട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കൊണ്ട് അവൻ്റെ ബുദ്ധിവികാസം പ്രാപിക്കാനും അവസരമൊരുക്കുന്നത് ഗവേഷണമാണ്. ആ ഗവേഷണം ഇനി ഇന്ത്യയിൽ ആവശ്യമില്ലെന്നും, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കുറേ വിഷയങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതി മാർക്ക് മേടിച്ചു പോയാൽ മതിയെന്നും
അങ്ങനെ സ്വതന്ത്ര ചിന്ത എന്നത് കഴിഞ്ഞ 2000 കൊല്ലം നമുക്കില്ലായിരുന്നു എന്ന് അംബേദ്കർ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള പദ്ധതികൾ ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത എന്നെ വളരെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് ആ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിന് വരുന്ന ഓരോ ശ്രമങ്ങളെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള നമ്മളെപ്പോലുള്ള സംഘടനകൾ ഗൗരവപൂർവ്വം കാണുകയും അത് ഉണ്ടാക്കാവുന്ന ഭീകരമായ അവസ്ഥ എന്തെന്ന്, വരുന്ന തലമുറയ്ക്ക് അതുണ്ടാക്കാവുന്ന ഭീകരമായ അവസ്ഥ എന്തെന്നും വരുന്ന തലമുറകളെ നിർവീര്യരാക്കുന്നതിൽ അത്തരമുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പങ്കെന്ത് എന്നും ഓർക്കണം എന്നും കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വിവരം പറഞ്ഞത്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമാകുന്നുണ്ട്. അതിൻ്റെ ഫലം നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. PKSനെ പോലുള്ള ആളുകൾ നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിച്ചു തന്ന പാടിത്തന്ന പാട്ടുകളും ആ മുദ്രാവാക്യങ്ങളുമെല്ലാം വളരെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നാളെയും അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ള ഊർജം ഈ 3 ദിവസം കൊണ്ട് നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.